നമസ്കാരം. ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയുടെ സമാപനത്തിനു ശേഷം ഇനി നടക്കുക 2027 അടുത്ത കുംഭമേള നടക്കാൻ പോകുന്നത്. അതായത് നാസിക് ത്രിംബകേശ്വരിൽ നടക്കുന്ന 2027 സിംഹസ്ഥ കുംഭമേളയ്ക്കായി പ്രത്യേക കുംഭമേള അതോറിറ്റി രൂപീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇതിനായി നടന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അദ്ദേഹം വരാനിരിക്കുന്ന കുംഭമേളയിൽ ജനക്കൂട്ടത്തിന്റെയും ഗതാഗതത്തിന്റെയും മാനേജ്മെന്റിനായി കൃത്രിമ ബുദ്ധി പ്രയോജനപ്പെടുത്തി ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കുംഭമേളാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഏകോപിതവും കാര്യക്ഷമതയുമായ ആസൂത്രണം ഉറപ്പാക്കുന്നതിനായി കുംഭമേള അതോറിറ്റി ആക്ട് തയ്യാറാക്കുമെന്ന് ഫഡ്നാവിസ് പറഞ്ഞു. പരിപാടിക്കുള്ള മനുഷ്യശക്തി ഈ പുതിയ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരും. പ്രയാഗ്രാജിന്റെ മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്ദർശിച്ച നാസിക് സംഘത്തിന്റെ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 4-5 മടങ്ങ് കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളുന്നതിനായി പരിപാടിയുടെ വ്യാപ്തി വികസിപ്പിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി റോഡ്, റെയിൽ, വ്യോമഗതാഗത മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാസിക് ത്രിംബക് റോഡ് 24 മീറ്ററായി വീതി കൂട്ടും. പാതയിൽ ടെന്റ് സിറ്റികൾ സ്ഥാപിക്കും. ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിന് ഗോദാവരി നദിക്കരയിൽ ഒരു തീരദേശ റോഡ് നിർമ്മിക്കുന്നതിന്റെ സാധ്യത ഡ്രോൺ സർവേ വിലയിരുത്തും. നാസിക്കിനെ മുംബൈ, ജവഹർ, ഗുജറാത്ത്, ഛത്രപതി സംഭാജി നഗർ, ഷിർദി, ധൂലെ, പൂനെ എന്നിവിടങ്ങളിലുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേകൾ ശക്തിപ്പെടുത്താനും ഫഡ്നാവിസ് ഉത്തരവിട്ട് കഴിഞ്ഞു. നാസിക് നഗരത്തിന് പുറത്ത് പ്രത്യേക പാർക്കിംഗ് സോണുകൾ സൃഷ്ടിക്കും. ഭക്തർക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനായി ഓരോ 3 മിനിറ്റിലും ഈ ബസ്സുകൾ സർവീസ് നടത്തും. ഷിർദി വിമാനത്താവളത്തിൽ വിമാന പാർക്കിംഗ് വിപുലീകരിക്കുന്നതിനും ഓസർ വിമാനത്താവളത്തിൽ കൂടുതൽ ലാൻഡിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യും. നാസിക്കിൽ ഒരു ഹെലിപാഡ് സ്ഥാപിക്കുന്നതിനും പരിഗണനയിലാണ്. നാസിക് റോഡ്, ഇഗത്പൂരി, കസാര തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി റെയിൽവേ ഭരണകൂടവുമായി ഏകോപിപ്പിച്ച് നവീകരിക്കും. ഷിർദി, വാണി, ഷാനി ഷിംഗാപൂർ, മങ്കിദുംഗി തുടങ്ങിയ സമീപ സ്ഥലങ്ങളിലൂടെ മതപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് മതപരമായ ഇടനാഴികൾ വികസിപ്പിക്കും. നാസിക്കിലെ രാംഖൽ പാത പദ്ധതി 2026 പൂർത്തീകരിക്കും. അതോടൊപ്പം ത്രിയംബകേശ്വർ ക്ഷേത്രത്തിന്റെയും അതിലെ പുണ്യജല ടാങ്കുകളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. AI അധിഷ്ഠിത ജനക്കൂട്ട ഗതാഗത മാനേജ്മെന്റ് സംവിധാനങ്ങൾ വിന്യസിക്കും. ഉയർന്ന ട്രാഫിക് ഉള്ള റൂട്ടുകളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും കുംഭമേളയുടെ ചരിത്രത്തെയും കുറിച്ചുള്ള പ്രദർശനങ്ങൾ സ്ഥാപിക്കും. സിംഹസ്ഥ കുംഭമേളയുടെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു മത്സരം നടത്തും. ആസൂത്രണം മെച്ചപ്പെടുത്തുന്നതിനായി 2015 സിംഹസ്ഥ കുംഭമേളയിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യും. പുണ്യസ്ഥാനത്തിന് ശുദ്ധജലം ഉറപ്പാക്കാൻ ഗോദാവരി നദിയിലെ തുടർച്ചയായ ഒഴുക്ക് നിലനിർത്താൻ നടപടികൾ സ്വീകരിക്കും. സാധുഗ്രാം, ആരോഗ്യ കേന്ദ്രങ്ങൾ, അഗ്നിസുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾ തയ്യാറാക്കും. യോഗത്തിൽ ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജൻ, ചീഫ് സെക്രട്ടറി സുജാത നൌസിക്, നാസിക് ഡിവിഷണൽ കമ്മീഷണർ ഡോക്ടർ പ്രവീൺ ഗദേം, ജില്ലാ കളക്ടർ ജലജ് ശർമ്മ, മുനിസിപ്പൽ കമ്മീഷണർ മനീഷ് ഖത്രി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവ പങ്കെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.